കണ്ണൂരിൽ ക്ഷേത്രോത്സവത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗ ഓഡിയോയും വിപ്ലവഗാനവും. പ്രകോപനം ചമ്പാട് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ. കാഴ്ചവരവിൽ പോലീസ് തിട്ടൂരത്തിന് ചുട്ട മറുപടിയുമായി ഹൈന്ദവ സംഘടനകൾ. കൊല്ലം പാനയം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഗണഗീതം പാടി. വാർത്തകൾ വിശദമായി നോക്കാം. വിവാഹേതര ബന്ധവിവാദത്തിൽ മന്ത്രി KB ഗണേഷ് കുമാറിന് മുഖ്യമന്ത്രിയുടെ കവചം. ഗണേഷ് കുമാർ രാജിവെക്കില്ല. തീരുമാനം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ. വിവാദം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായില്ല. CPI മന്ത്രിമാർ പോലും വിഷയം ഉന്നയിക്കാൻ തയ്യാറായില്ല. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, ഇത് നമ്മൾ നേരത്തെ ഊഹിച്ചതാണ്, ഇങ്ങനെയൊക്കെ തന്നെയാകും ഇതിൻ്റെ അവസാനം എന്നുള്ളത്. ഇപ്പോഴിതാ വലിയ ആരോപണം ഇന്നലെ സ്വന്തം ഭാര്യ തന്നെ ഗണേഷ് കുമാറിനെതിരെ ഉന്നയിച്ചു. ഇതിപ്പോൾ ഗണേഷിനെതിരെ ആദ്യമല്ല ഇങ്ങനത്തെ ആരോപണങ്ങൾ ഉയരുന്നത്. നേരത്തെ ആദ്യ ഭാര്യയായിട്ടുള്ള യാമിനി തങ്കച്ചിയുടെ ഭാഗത്ത് നിന്നും ഇത്തരം തെളിവ് സഹിതമുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. സോളാർ കേസ് കത്തി നിൽക്കുന്ന സമയത്ത് ഇത്തരം വിമർശനങ്ങൾ ഉയർന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ വീണ്ടും സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങുന്നു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഗൗതം, ഇന്ന് ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു. ക്യാബിനറ്റ് യോഗം ചേർന്ന ശേഷവും ക്യാബിനറ്റ് യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നും ഗണേഷ് കുമാറിന്റെ രാജി ചോദിച്ചു വാങ്ങുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ക്യാബിനറ്റ് യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നും ഗണേഷ് കുമാറിന്റെ രാജി ചോദിച്ചു വാങ്ങുമെന്നത് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു രാവിലെ തൊട്ട് മാധ്യമങ്ങളെല്ലാം വാർത്തയായി നൽകിയത്. എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ ചർച്ചയുണ്ടാകില്ല, ക്യാബിനറ്റ് യോഗത്തിൽ ചർച്ചയുണ്ടാകില്ല, ഗണേഷിന്റെ മന്ത്രിസ്ഥാനം പോകില്ല എന്നതാണ് നമ്മൾ രാവിലെ മുതൽ തന്നെ വാർത്ത നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തത്. കാരണം മുൻകാല CPMന്റെ ചരിത്രങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത നൽകിയത്. കാരണം ഇത്തരത്തിൽ പലപ്പോഴായി CPMലെ നേതാക്കൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീ പീഡനങ്ങൾ ഉയർന്ന സമയത്തൊന്നും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചൊരു ചരിത്രം CPMനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മാത്രമല്ല ഇവർക്കെല്ലാം സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് പിന്നീട് അവരെ മറ്റൊരു പദവിയിലേക്ക് മാറ്റുന്ന കാഴ്ചകളെല്ലാം നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെയും ഉണ്ടാകുന്നത് എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ നീക്കങ്ങളും എന്ന് മനസ്സിലാക്കാം. എന്തായാലും ഇന്ന് ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു. ക്യാബിനറ്റ് യോഗത്തിൽ ഈ വിഷയം, ഗണേഷ് കുമാറിന്റെ വിഷയം ആരും ഒരു സമവായം രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് വിഷയത്തെ മാധ്യമ സമിതിയിൽ അഗത്യമായ തീരുമാനം നീക്കങ്ങളാണ് നടക്കുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിന്റെ നീക്കങ്ങളാണ് ആദ്യപടി എന്ന രീതിയിൽ ഗണേഷ് കുമാർ ഭാര്യയുമായി സംസാരിച്ചതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നമുക്കറിയാം, ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും സർക്കാർ സ്വീകരിക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുക എന്ന് തന്നെയാണ് ഇതിനോട് തന്നെ വ്യക്തമാകുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു നടപടി ഇപ്പോൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ സർക്കാരിനെ ബാധിക്കും, മുന്നണിയെ ബാധിക്കും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ സർക്കാരിന്റെ ആയാലും ശരി, മുന്നണിയുടെ ആയാലും ശരി, പ്രതിച്ഛായ കളങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നതിനടക്കം വിലക്കേർപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ഇതൊരു രമ്യതയിൽ പരിഹരിച്ചുകൊണ്ട് വിഷയം ഒരു കുടുംബ പ്രശ്നം എന്ന നിലയിൽ ഗണേഷ് കുമാറും ഭാര്യയും തമ്മിലുള്ള ഒരു കുടുംബ പ്രശ്നം എന്ന നിലയിൽ രമ്യതയിൽ പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ നീക്കം നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഗണേഷ് കുമാർ ഭാര്യയുമായി സംസാരിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നത്. ഇതെല്ലാം ഈ കൂടുതൽ വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളുമായി ഈ ഗണേഷ് കുമാർ സംസാരിക്കും, വാർത്താ സമ്മേളനം വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ പറയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതാണ്. ഇടതുമുന്നണി ഈ യോഗത്തിലടക്കം ഇനി ചർച്ച ചെയ്യുമെന്നൊക്കെ പറയുന്നെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഈ വിഷയവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്ന ആളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിൽ പോലും ചർച്ചയാകാതെ പോയത്. മാത്രമല്ല വിഷയത്തിൽ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരു ചർച്ച പോലും നടന്നില്ല. മുന്നണികളുടെ ഒരു ഘടകകക്ഷിയും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇതോടുകൂടി തന്നെ ഗണേഷ് കുമാറിന്റെ അവിഹിത ബന്ധവുമായി ബന്ധപ്പെട്ട പരാതി, അതായത് ഭാര്യയുടെ പരാതിയിൽ മേലുള്ള നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് വേണം അറിയാൻ കഴിയുന്നത്. പരാതി എന്ന് വാക്കാലുള്ള പരാതിയാണ്, അവരുടെ പരാമർശം മൂലമുള്ള ഒരു വാക്കാൽ പരാതിയാണ്. റിട്ടേൺ കംപ്ലൈന്റ് ഒന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നതും ഗണേഷ് കുമാർ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കരുതുകയും ചെയ്യുന്നുണ്ട്.
എന്തായാലും ഒരു കുടുംബ പ്രശ്നം എന്ന നിലയിൽ ഇതിനെ ഒരു രമ്യമായി പരിഹരിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ഇതിലൂടെ CPI ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ ഇടതുമുന്നണി ലക്ഷ്യം വെക്കുന്നത് ഈ വിഷയം സജീവമായി നിർത്തി കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, അത് മുന്നണിയെ ഒന്നാകെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മാത്രമല്ല ഇത്തരത്തിലുള്ള അവിഹിത സംബന്ധമായ ഒരു കേസിൽ മന്ത്രി പുറത്തേക്ക് പോകുന്നതും പ്രതിച്ഛായ നഷ്ടപ്പെടാൻ ഇത്തരത്തിൽ അവിഹിത സംബന്ധമായ ഒരു കേസിൽ ഒരു മന്ത്രി പുറത്തേക്ക് പോകുന്നതും പ്രതിച്ഛായ നഷ്ടപ്പെടാൻ കാരണമാകുമെന്നതടക്കമുള്ള ഒരു വിലയിരുത്തൽ കൂടി നിലവിൽ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെ രാവിലെ തന്നെ വാർത്താമാധ്യമങ്ങളെല്ലാം ഈ ഗണേഷ് കുമാറിന്റെ രാജി ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ പോലും നിലവിൽ അത്തരമൊരു നീക്കങ്ങളൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുമായി ഗണേഷ് കുമാർ സംസാരിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഫോണിലൂടെയാണോ നേരിട്ടാണോ എന്നതിലും വ്യക്തതയില്ല എങ്കിൽ പോലും ഈ വിഷയം രമ്യമായി പരിഹരിച്ചു, താനും ഭാര്യയുമായി സംസാരിച്ചു, ഭാര്യയെ താൻ വാളകത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ സംസാരിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ താനും ഭാര്യയുമായുള്ള വിഷയങ്ങൾ രമ്യമായി പരിഹരിച്ചു, ഇനി ഒരു ചർച്ച വേണ്ട എന്നൊരു നിലപാട് അറിയിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം മന്ത്രിസഭാ യോഗത്തിൽ ഇതൊരു ചർച്ചയാകാതെ പോയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചത്, മുഖ്യമന്ത്രി സ്വീകരിച്ചത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ മകളോട് ഈ വിഷയത്തിൽ ഒരു പരാതി പറഞ്ഞെങ്കിൽ പോലും അതും മുഖ്യമന്ത്രി ഇക്കാര്യത്തിലൊന്നും ചോദിച്ച് വിവരം ആരായുകയൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീപക്ഷ നിലപാടെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു സർക്കാർ എന്ന് അവകാശപ്പെടുന്ന പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വന്തം മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സ്വന്തം വീട്ടിൽ സുരക്ഷിതമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല എന്നൊരു കാര്യം ഇതോടുകൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും പരിഹരിച്ചുകൊണ്ട് ഈ നിലവിൽ മാധ്യമ ശ്രദ്ധയിൽ നിന്നും അകറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്നടക്കം ഈ ചോദ്യങ്ങളൊന്നും ഉണ്ടാകാതെ പോയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൗതം. ഓക്കെ, മന്ത്രി KB ഗണേഷ് കുമാറിന് മുഖ്യമന്ത്രി തന്നെ സംരക്ഷണം ഒരുക്കുകയാണ്. ഗണേഷ് കുമാറുമായി മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം ഗണേഷ് തന്നെ മാധ്യമങ്ങളെ കാണും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്രയും വലിയ വിമർശനമുണ്ടാകുന്ന വിവാഹേതര ബന്ധ വിഷയം സ്വന്തം ഭാര്യ തന്നെ തുറന്നു പറയുകയും പോലീസ് അതിൽ നടപടി സ്വീകരിച്ചില്ല എന്നൊക്കെ പറയുന്ന ഘട്ടത്തിലും കേരളത്തിലെ ഭരണകൂടം തന്നെ ഒരു മന്ത്രിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങളുമായി ചേർത്ത്. KB ഗണേഷ് കുമാർ മന്ത്രിയായി തുടരുന്നതിൽ CPIക്ക് അതൃപ്തി. കഴിഞ്ഞ ദിവസത്തെ മന്ത്രിയുടെ പ്രതികരണം ശരിയല്ലെന്നും മാപ്പ് പറഞ്ഞതുകൊണ്ട് നാണക്കേട് മാറില്ലെന്നുമാണ് CPIയുടെ നിലപാട്. ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്നും മാറ്റി നിർത്തണമെന്നും CPI LDF നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരായ ഭാര്യ ബിന്ദു മേനോന്റെ ആരോപണത്തിൽ LDFൽ ചർച്ചകൾ മുറുകുകയാണ്. മന്ത്രിക്കെതിരെ ഉയർന്ന പരാതി ഗുരുതര സ്വഭാവമുള്ളതെന്നാണ് CPI അടക്കമുള്ള ഘടകകക്ഷികൾ LDFനെ അറിയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു പരാതി നേരിടുന്ന മന്ത്രിയുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നാണ് മുന്നണിക്കുള്ളിൽ ഉയരുന്ന പ്രധാന ആവശ്യം. മന്ത്രി KB ഗണേഷ് കുമാർ മന്ത്രിയായി തുടരുന്നതിൽ CPIയും അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടുത്ത അതൃപ്തിയിലാണ് CPI നേതൃത്വം. ഇന്നലത്തെ മന്ത്രിയുടെ പ്രതികരണം ശരിയായില്ലെന്നും CPI നിലപാട് വ്യക്തമാക്കി. മന്ത്രി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും CPI ആവശ്യപ്പെട്ടു. LDF നേതൃത്വം സംസാരിച്ചപ്പോഴാണ് CPI നിലപാട് അറിയിച്ചത്. ഇതോടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗണേഷ് കുമാർ LDFന് തലവേദനയാവുകയാണ്. ജനം, തിരുവനന്തപുരം. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഒരു മന്ത്രി എന്ന നിലയിൽ നിലവാരം പുലർത്തണം. വാക്കിലും പ്രവൃത്തിയിലും മാടമ്പിത്തമുള്ള ഗണേഷ് മന്ത്രിസഭയിലെ പുഴുക്കുത്താണ്. വിവാദം സർക്കാരിന് തന്നെ അപമാനമായതിനാൽ മുഖ്യമന്ത്രി ഉചിതമായ തീരുമാനമെടുക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു. അതിരൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി ഗണേഷ് കുമാറിനെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചത്. ഗണേശന്റെ രാജി തന്നെയാണ് വെള്ളാപ്പള്ളി ലക്ഷ്യം വെക്കുന്നതും. മന്ത്രി നിലയും നിലവാരവും പുലർത്തണം. മന്ത്രിസ്ഥാനത്തിരുന്ന് ഇത്രയും തറയായ ഒരാൾ വേറെയില്ല. ഭാര്യയോട് നീതി കാണിച്ചില്ല, വെള്ളാപ്പള്ളി പറഞ്ഞു. ഒരു മന്ത്രിയാകുമ്പോൾ പോലെങ്കിലും ഒരു നിലയും നിലവാരവും പുലർത്താൻ ബാധ്യസ്ഥനാണ്. ഇപ്പൊ അവസാനം വന്ന ഭാര്യയോട് പോലും ഒരു നീതി കാണിച്ചില്ല. മാന്യമായ പൊതുപ്രവർത്തനം നടത്തേണ്ടതിന് പകരം വഷളായ പ്രവർത്തനങ്ങളാണ് ഗണേഷിൽ നിന്നും ഉണ്ടാകുന്നതെന്നും പൊതുപ്രവർത്തനത്തിന്റെ മാന്യതയും മര്യാദയും കാണിച്ചില്ലെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. കുറെ കൂടെ മാന്യമായി പൊതുപ്രവർത്തനം നടത്തേണ്ടതിന് പകരം ഇത്തരം വഷളായ ഒരു മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഇത്തരം തറ പ്രവർത്തനം ചെയ്ത ഒരു മന്ത്രി കാണുകയില്ല. ആരുമല്ല, മന്ത്രി എന്നല്ല, ആർക്കും ഇത് ചെയ്യാൻ പാടില്ലാത്തതല്ലേ.